ഈ ചാമ്പൊക്കെ വേസ്റ്റ് ആയി, ഇത്രയും ചാമ്പൊക്കെ വേസ്റ്റ്. തൽക്കാലം മോള് വിട്ടോ കേട്ടോ. ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ അനദർ വ്ളോഗ്. ഞങ്ങളെ ചാമ്പക്ക വരച്ച് കുറേ ചാമ്പക്ക പൈത്തിറക്കുന്നുണ്ട് കേട്ടോ. മഴ പെയ്യുന്നതിനും കാട്ടി മുന്നേ നമുക്ക് ഉണ്ണീനെയും അച്ഛനെയും വിളിച്ചോണ്ടിട്ട് ഈ ചാമ്പക്കൊല്ലം പറിച്ച് ഉപ്പും മുളകൊക്കെ ഇട്ട് അടിപൊളിയായിട്ട് കഴിക്കായി കണ്ട്. ചാമ്പക്ക നിറഞ്ഞ് കുത്തി കിടക്കുന്നുണ്ട് റോസ് കളറില്. ഇന്നലെ ഞാൻ പറിക്കണ വിചാരിച്ചായിരുന്നു. ഇന്നലെ കുറച്ചും കൂടി ഒരു വെള്ള കളർ പോലെയാണ് ഉണ്ടായത്. എന്നിട്ട് ഇന്നത്തേക്ക് ആക്കിയത് എന്താ വെച്ചാൽ കുറച്ചും കൂടി പഴുക്കുമല്ലോ, ഇത് വിചാരിച്ചിട്ടാണ് ഇന്നത്തേക്ക് ആക്കിയത്. ഇപ്പൊ ഇവിടുന്ന് ഒരു മാങ്ങ വീണ് തായ്ക്കോ, ഇങ്ങോട്ട് പോയത് അങ്ങോട്ട് പോയത് ക്ലിയർ ആയിട്ട് അറിയില്ല. മാങ്ങ പൈക്കാനൊക്കെ തുടങ്ങി. മാങ്ങ തിന്നൊക്കെ പഴുത്താണ് നാശമായതാണോ അറിയില്ല. ഇവിടെ മാങ്ങ പഴുക്കാൻ തുടങ്ങി. എടാ നല്ലതാണോ ചീത്താണോ നോക്കിയിരുന്നു. മേലെ പോയോ കാണുന്ന ഒരു മഞ്ഞ സാധനം ആ സ്റ്റെപ്പിന്റെ ചോട്ടിൽ, അത് എടുത്തോണ്ടോ. ഇവർക്ക് ആൻസർ കേട്ടെ, നീ കൊണ്ടുപോവാ. അതെന്താണെന്നറിയോ, കശുവണ്ടി ഇല്ലേ, കശുവണ്ടി മറ്റേ പറങ്ങി മാങ്ങ, അങ്ങനെ പറങ്ങി മാങ്ങ അങ്ങനെ എന്തോ മാങ്ങ എന്നൊക്കെ പറയും. അവിടെ കൊണ്ടുപോവാ സാധനമല്ലേ, ഇതിനെടുത്തിട്ട് അങ്ങനെ ഒരു കടിയാം. ചെറിയ മധുരം ഉണ്ടാവും, നല്ല കറ ഉണ്ടാവും കേട്ടോ. നല്ല മധുരമുള്ളത് കൊണ്ട് കറയൊന്നുമല്ല. കള്ള മാങ്ങ ഉപ്പ് മുളകിട്ട് തിന്നാലേ. ഇപ്പൊ വാ നേരെ പോയിട്ട് അവിടെ കാണുന്ന ചാമ്പക്കല്ലേ, അത് കുറേ പറിച്ചിട്ട് ഉപ്പ് മുളക് സുറുക്കി ഇട്ട് തിന്നു കഴിഞ്ഞിട്ട് നമുക്ക് നേരെ കളിക്കാൻ പോവാം. ഇന്നലെ വേണ്ട മോനെ, ഇന്നലെ എമ്മ കളി എടുത്തെന്ന് അറിയാം ഞങ്ങൾ. ഇല്ലല്ലേ അവിടെ നിന്ന് എന്തൊക്കെയാ മണത്തത്. ഒരു സ്കില്ലറിയോ, റെയിൻബോ ഒക്കെ എടുക്കണത്. ഇതൊക്കെ ബാക്കോടെ ഇങ്ങനെ എടുക്കൂലേ, ബാക്കോടെ ഇങ്ങനെ എടുക്കൂലേ, അത് തലേൻ്റെ മേലെ കൂടെ ഫ്രണ്ടിൽ കൂടെ വന്നു. നിനക്ക് എന്താ നാണെന്ന് ഇങ്ങനെ. അത് കാണിക്കാൻ മറന്ന് അച്ചു ഏതൊക്കെയോ സ്റ്റിക്കർ മേടിച്ച് അവൻ്റെ റൂമിൽ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അതാ എൻ്റെ മോന് മാസം ആയി. പോഴ്ഷെ അല്ലേ, പോഴ്ഷെ 911. പിന്നെ അതാ കിടക്കണ കാറെല്ലാം ഉണ്ട്. മാസം വലുതാ ചെറിയതാ. ചൂടൊക്കെയല്ലേ ഉണ്ണി, നോയിക്കോ. കട്ടലൊക്കെ കയറി വരും, നോയിക്കോ കട്ടലൊക്കെ. ചാമ്പക്കുന്നില്ലേ, എന്നാ വേഗം പോയിട്ട് കളിച്ചിട്ട് തരട്ടെ, എന്നിട്ട് നമുക്ക് ചാമ്പക്ക് പറിച്ചു തന്നു. ആണാ ചാമ്പക്ക് പറിച്ചു തന്നാണ്ടാവില്ല, പോയി കളിച്ചു കഴിഞ്ഞിട്ട് വീട്ടിൽ കൊടരുത് കേട്ടോ. കേട്ടോ കളിക്കണ്ടില്ലല്ലോ. ശ്രീകുട്ടൻ എമ്മാ സ്കില്ലർ എന്നെയൊക്കെ വെട്ടിച്ചോണ്ട് ഇന്നലെ വേണ്ടായിരുന്നോ. ഇന്നലെ വൈകുന്നേരം കളിച്ചു, അപ്പൊ നീ ഉണ്ടായിട്ടില്ല. ചെക്കനെമ്മ സ്കില്ലെടുത്തറിയ, കയ്യും കണക്കുണ്ടായിട്ടില്ല. എന്നൊക്കെ വെട്ടിച്ചോണ്ട് കയ്യും കണക്കില്ല. മറ്റേ ചെക്കന്മാർക്ക് കളിച്ചല്ലേ, അത് മിഞ്ഞാതെ പൊട്ടാ. സ്ത്രീക്കുട്ടി തന്നെ ഇട്ടെ കുളിച്ചില്ല ഒന്നിന്. ഇത് തന്നെയാണല്ലേ ഗോകുവിന്റെ ഇതന്നെ. ആ നോക്കാം. ഇതേ ടൈപ്പ് തന്നെയാണ്. മിഞ്ഞാന്ന് വല്ല ദിവസം ഇത് തന്നെയായിരുന്നു. സത്യം പറഞ്ഞ സ്ത്രീക്കുട്ട ഷോട്ടാ. അച്ഛ കാണുമ്പോലെ ഒന്നല്ല കേട്ടോ, കളിക്ക് ഈ പവറൊന്നും കാണുന്നില്ല. ബാക്കി കൊല്ലത്തിന് വമ്പം പവർ വെച്ചു. ഇവന് എപ്പോഴും ഇങ്ങനെ തന്നെ. ഇന്നലെ വന്നപ്പോഴും ഇതേപോലെ തന്നെ. കളിയെല്ലാം കഴിഞ്ഞ ഗൈസ്, കളി എന്ന് പറയാൻ അധികം കളിച്ചിട്ടില്ല. യുവമാർക്കാണെങ്കിൽ കളിക്കാനും പറ്റൂല, രണ്ട് ചെറിയ ചെക്കന്മാരാണെങ്കിൽ കളിക്കൂല. ശ്രീകുട്ടി നേരെ വീട്ടിലല്ലേ, നേരെ വീട്ടിൽ പോയിക്കാം. നോക്കി പോയിക്കാം, അല്ലെങ്കിൽ ഇത് കൂടെ പോയിക്കാം. മുത്താവിന്റെ കടേൻ്റെ അത് കൂടെ. ബോള് പൊക്കി അടിച്ചടിച്ച് എൻ്റെ കാലത്ത് നഖം പകുതി മുക്കാലും പോയി ഗൈസ്. ആകെ നീറിന കാല് മൊത്തം. നഖം നോക്ക്, ഈ നഖം നോക്ക്, കണ്ടോ സെൻറ്ററിൽ പൊളിഞ്ഞ് കിടക്കണം. എനിക്ക് നല്ല വേദനയ്ക്കുണ്ട് പറഞ്ഞാൽ നല്ല വേദനയ്ക്കുണ്ട്, ചോര വരണില്ല. ഇന്നലെ കളിച്ചപ്പോൾ ഒരു വട്ടം പൊട്ടിയിരുന്നു. നീന്തി കഴിഞ്ഞിട്ട് വലിയ കുരു വരുമ്പോൾ നല്ല സുഖം ഉണ്ടാവും മോനെ. ചൊറിഞ്ഞ് ചാവും. കാരണം നീ ഫസ്റ്റ് ആടുന്നത് തല തന്നെയാണ്. വിളിച്ച് കഴിഞ്ഞിട്ട് ഇവന്മാര് നേരെ വീട്ടിൽ പോയിട്ട് ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് വീട്ടിൽ വരുന്നു പറഞ്ഞിട്ടുണ്ട്. വീട്ടിൽ വന്നിട്ട് നമുക്ക് ചാമ്പക്ക് ഉപ്പ് മുളക് സുറുക്കി വല്ല ഇട്ടിട്ട് അടിപൊളിയായിട്ട് കഴിക്കാം കേട്ടോ. മുല്ലൊക്കെ പൂത്തല്ലോ അമ്മ. മുല്ല ഫുള്ള് മൊട്ടിട്ടിട്ടാണല്ലോ. അച്ഛൻ്റെ അടുത്ത് നേരത്തെ വരാൻ പറഞ്ഞു. അവ ഡ്രസ്സൊക്കെ മാറ്റി വന്ന് കുറച്ച് ഇരടായി തോന്നണേ, ചെറുതായിട്ട് ഇരടായിക്കണേ. അവിടെ ഓരോന്ന് അങ്ങനെയല്ല, വലുതൂക്കി പറക്കി. അതായത് നമുക്ക് വേഗം പൊളിച്ചിട്ട് അധികം തിന്നും ചെയ്യാം, നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇത് അടിപൊളിയാണല്ലോ. അച്ഛൻ പിന്നെ വെറുതെ മുടി വളർത്തിയില്ല. ചാട്ടത്തിൽ അതങ്ങ് പറിച്ചോ, ആ കാണണ്ട. മീനോടെ 2 പാമ്പ് ഇന്ന് വന്നു അവന്റെ വീടിന്റെ ഫ്രണ്ടിൽ. എന്നിട്ട് 2 പാമ്പ് ഇങ്ങനെ ചുരുണ്ടിട്ട് അവന്റെ നേർക്ക് പോവാന്ന്, അവന്റെ മേത്ത് കയറാന്. എൻ്റെ അടുത്ത് മുളക് തീർന്നടാ. കുറച്ച് പറിച്ചുള്ളൂ, ഇതുവരെ നമുക്ക് രണ്ടാക്ക് തന്നെ ധാരാളം. ഇനി നാളെ പറിക്കാം നമുക്ക്. ഉണ്ണി വരുന്നു പറഞ്ഞിട്ട് ഉണ്ണി വന്നില്ല. ഞാൻ വിളിച്ചു നോക്കിട്ടോ, എന്നിട്ട് ഉണ്ണി കോൾ എടുക്കണില്ല. അവൻ അവിടെ മൊബൈലിൽ കളിച്ചിരിക്കുന്നുണ്ടാവും. എന്തായാലും ഇനി ഇത് നന്നാക്കി കഴിഞ്ഞിട്ട് അവൻ പെട്ടെന്ന് വരികയാണെങ്കിൽ അവന് കൊടുക്കണ്ട, നമുക്ക് തന്നെ നിന്ന് തീർക്കാം. പകുതി മുക്കാൽ എണ്ണത്തിൽ ഇതേപോലെ പൊത്ത്, അതിൻ്റെ ഉള്ളിൽ ഇഷ്ടം പോലെ പുഴു. ഇതുണ്ടോ ഈ പൊത്ത് കണ്ടോ, അതിലൊക്കെ പുഴു ഉണ്ട്. ഇതുണ്ടോ ഇങ്ങനെ പുഴു ഇങ്ങനെ നിറഞ്ഞോണ്ട് നിന്നാല് ഞങ്ങൾക്കാണെങ്കിൽ ഈ ചാമ്പക്ക് ഉപ്പ് മുളക് ഇട്ട് തിന്നാൻ പറ്റൂല.
അത്രയ്ക്കും പുഴു പറഞ്ഞാൽ അത്രയ്ക്കും പുഴു. കുറെ ചാമ്പക്കയുടെ ആവശ്യമില്ലാതെ വേസ്റ്റ് ആയി കിടക്കും. ഇത്രയും പറിച്ചിട്ട് ഇത്ര ചാമ്പക്ക മാത്രം തിന്നാൻ ആവശ്യമുള്ളതായിട്ട് കിട്ടി. പുഴുവിനൊക്കെ കാടുണ്ട് നിങ്ങൾക്ക്. ഇതുണ്ടോ ഫുള്ള് നാശമായി കിടക്കാറ്, ഫുള്ള് നാശമായി കിടക്കും. ചെയ്യും ഉള്ള നന്നാക്കി ഇടല്ലേ. പക്ഷെ എൻ്റെ മോന് ഇതൊക്കെ ക്ലിയർ കാണുന്നുണ്ടോ? അവിടെ കാണുന്നുണ്ടോ ഒരാൾ അനങ്ങനെ കാണുന്നുണ്ടോ? മോന് ഈ ചാമ്പൊക്കെ വേസ്റ്റ് ആയി, ഇത്രയും ചാമ്പൊക്കെ വേസ്റ്റ്. ഞാനിനി പ്ലേറ്റിലുള്ളത് കഴുകിയിട്ട് ഉപ്പ് മുളക് ഇട്ടിട്ട് കൊണ്ടുവരാം. അമ്മ അടുക്കളയിൽ നിന്ന് മുളക് പൊടി അധികം എടുക്കാൻ ശ്രമിക്കൂല. മുളക് പൊടി ആകെ കുറച്ച്. അടിപൊളി. കുറച്ച് മുളക് പൊടി ഇട്ടുള്ളൂ. കാണുമ്പോൾ തോന്നുള്ള പോലെ തോന്നും. കുറച്ച് മുളക് പൊടി ഇട്ടുള്ളൂ. എങ്ങനെ ഉണ്ടോ? അടിപൊളിയായോ? എന്താ അടിപൊളി. മുളകടി അധികം കുറഞ്ഞോണ്ട് തീരെ രസമല്ല കേട്ടോ. എന്താ മോളോ? ഇത് മീനല്ല, ചാമ്പിക്ക. നീ തിന്നൂല അത്. കളിക്കാലിയ മോള് വിട്ടോ കേട്ടോ. തീരുവില്ല, എന്നാലും തൊണ്ടയ്ക്ക് ഒരു ചെറിയൊരു പിടുത്തം പോലെ തോന്നുന്നുണ്ട്. അച്ച് പോവാന്ന് കൈസ്, അച്ച് പോവാന്ന്. പോവുകയാണോ? രാത്രി വരുമോ നീ? ചോദിച്ചിട്ട് വരുമോ? ചോദിച്ചിട്ട് വരികയാണെങ്കിൽ ഞാൻ എഡിറ്റ് ചെയ്യണം, കുറേ കാര്യങ്ങൾ ഞാൻ പഠിപ്പിച്ചു തരാം. വരുമോ? ചോദിച്ചു നോക്ക് എന്തായാലും. ചാമ്പൊക്കെ കുറച്ച് മുളക് പൊടി ഇട്ട് കഴിച്ചുണ്ട്. ഇനിയിപ്പോൾ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ ബാത്റൂമിൽ നമുക്ക് കടന്നുറങ്ങും. ഇനിയിപ്പോൾ കുറേ കഴിഞ്ഞ് മുളക് പൊടി ഇട്ട് തിന്നതിൻ്റെ കാരണം ബാത്റൂം പോകാൻ മുട്ടി ആകെ ഇടങ്ങാറാവും കേട്ടോ. അതൊക്കെ ഫാസ്റ്റ് നടക്കുക. മഞ്ഞപ്പൊടി ഉപ്പ് ഇട്ടിട്ട് കലക്കി കുടിക്കുകയാണെങ്കിൽ അത് കുറേ കുറവുണ്ടാവും. ഇതിലിത് മഞ്ഞപ്പൊടി ഉപ്പ് ഇട്ടിട്ട് കേട്ടോ. ഇതിലിനി കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്യുകയാണെങ്കിൽ ഇത് കുടിച്ച് പിന്നെ പേടിക്കുക കേട്ടോ. എല്ലാ ബാക്ടീരിയയും നമ്മൾ നശിപ്പിക്കാൻ പോവാണ് ഗൈസ്. ഇനി എനിക്ക് ബാത്റൂം പോകണ കാര്യം ആലോചിച്ചിട്ട് ടെൻഷൻ ആവേണ്ട ഒരു ആവശ്യമില്ല. കാരണം നമ്മൾ ബാക്ടീരിയനെ കൊല്ലണ ഒരു മരുന്ന് ഉണ്ടാക്കി കുടിച്ചിരിക്കുന്നു. ഇന്നലെ ചാമ്പൊക്കെ പറിച്ച് തിന്നാൻ വേണ്ടിയിരിക്കുമ്പോൾ നിങ്ങൾ കണ്ടില്ലേ എന്തോ ഒരു പുഴുയിരുന്നത്. എൻ്റെ മോനെ തിന്നാനും പറ്റിയില്ല, തിന്നാൻ അധികം കിട്ടിയിട്ടുമില്ല. ഒരുമാതിരി അയക്കണം ആ ചാമ്പൊക്കെ എപ്പോഴേലൊക്കെ ഫുള്ള് അങ്ങോട്ട് അടിച്ച് കൊഴിക്കും. പൈസ നമ്മൾ ഇന്നത്തെ വ്ളോഗത്തിലുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. നാളെ അടുത്ത എല്ലാ വ്ളോഗായിട്ട് നാളെ കാണാം കേട്ടോ. I love you.